ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇത് കാണുന്നത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളാണ് എങ്കിൽ, തീർച്ചയായിട്ടും മുഴുവനായിട്ടും കണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ഒരുപാട് കോളേജുകളിൽ ചേർന്ന വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് ബിടെക്കും BSc ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വന്നിട്ട് സർ ചേരണ്ടായിരുന്നു, പെട്ടുപോയി എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. എങ്ങനെ കോളേജ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ അവസ്ഥ +2 പഠിച്ചു കഴിഞ്ഞ അടുത്ത നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു 4 പോയിന്റ്സ് കൃത്യവും വ്യക്തവുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് കോളേജ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കോളേജ് തപ്പി പോകരുത്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ കാണുന്ന വിദ്യാർത്ഥികൾ ആരും ആദ്യമേ കോളേജ് തപ്പി പോകരുത്. നിങ്ങൾ ആദ്യം തപ്പി പോകേണ്ടത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ആയിരിക്കണം. അതായത് +2 സയൻസ് എടുത്തവരുണ്ടാകും, കൊമേഴ്സ് എടുത്തവരുണ്ടാകും, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അടുത്തത് എന്താണ് പഠിക്കേണ്ടത് എന്ന വ്യക്തമായിട്ടുള്ള ധാരണയാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അതായത് താൻ ഏത് കോഴ്സ് എടുക്കണം. ഇപ്പോൾ BScയിലാണെങ്കിൽ ഏത് ഓപ്ഷൻ എടുക്കണം, BCAയിലാണെങ്കിൽ ആഡ് ഓൺ എടുക്കണമോ അല്ലാതെ എടുക്കണമോ, BComലാണെങ്കിൽ ആഡ് ഓൺ കോഴ്സ് എടുക്കണമോ, അതല്ല എങ്കിൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ അങ്ങനെ റിപ്പീറ്റിനാണോ പോകുന്നത്, അതിലൊരു ക്ലാരിറ്റി വരുത്തണം. നിങ്ങളുടെ മുന്നിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചക്കകത്ത് അതിലൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പ്രശ്നം തീരും. ഇനി +2 മാർക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ ഇതിലൊരു ക്ലാരിറ്റി വരിക. നിങ്ങൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന കോഴ്സ്. രണ്ടാമത്തത്, ആ കോഴ്സ് പഠിക്കുന്നതിൽ താങ്കളുടെ പ്രിഫേർഡ് ലൊക്കേഷൻ, അതായത് ഔട്ട്സൈഡ് കേരളയാണോ, കേരളത്തിൽ തന്നെയാണ് എങ്കിൽ ഏത് ജില്ല, പോയി വരാനാണോ എളുപ്പം, അല്ലെങ്കിൽ മാറി നിന്ന് പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, ഈ 2 ഡിസിഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജ് സെലക്ഷന്റെ ഒരു 80% പൂർത്തിയായി എന്ന് തന്നെ കൂട്ടിക്കോളൂ. കൺഫ്യൂഷൻ വൈസ് 80% തന്നെ പൂർത്തിയായി. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താണ്, കാര്യങ്ങൾ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞു, ഒരു റീജിയൻ കിട്ടിക്കഴിഞ്ഞു, അവിടെ നിങ്ങൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് കോളേജുകൾ സെർച്ച് ചെയ്യുക. കോളേജുകൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഗവൺമെന്റ് ഉണ്ട്, നോൺ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോണോമസ് കോളേജുകളുണ്ട്. ഇതിലെന്താണ് നിങ്ങൾക്ക് അതിലും ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ഇനി ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് സ്കാമുകളിൽ പലരും ചെന്ന് പോകുന്നുണ്ട്. കോളേജുകളെ കൃത്യമായിട്ട് പഠിക്കാതെ അളക്കാതെ പോയി ചെന്ന് തലവെച്ച് കൊടുക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ കോളേജിന്റെ റാങ്കിങ്ങൾ നോക്കണം, പ്ലേസ്മെന്റ് സിനാരിയോസ് നോക്കണം, ആ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ക്വാളിറ്റി നോക്കണം, അവരുടെ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആരെന്ന് നോക്കണം, അവിടെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിരിക്കുന്ന മറ്റ് കമ്പനികൾ എന്താണെന്ന് നോക്കണം. ഇത്രയൊക്കെ നോക്കിയാലും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ആ കോളേജുകളിൽ പോയി അഡ്മിഷൻ പ്രീ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാനോ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ പേയ്മെന്റ് ചെയ്ത് ആ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കാതെ ചെയ്യുന്നതിനേക്കാളും കൃത്യമായിട്ട് ആ കോളേജുകളിൽ പോവുക, പാരന്റിനെയും കൂടി കൂട്ടി ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് ആ കോളേജുകളിൽ പോവുക. ഇപ്പോൾ 2 കോളേജുകളിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ 2 കോളേജും വിസിറ്റ് ചെയ്യുക ഒരു ദിവസത്തിൽ. അവിടുത്തെ ക്യാമ്പസ് മനസ്സിലാക്കുക, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലാക്കുക, അവിടുത്തെ അധ്യാപകരോട് കോളേജുകാരോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നിന്നെല്ലാം കൺഫേംഡ് ആണ്, ലൈക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നെങ്കിൽ ധൈര്യമായിട്ട് പോയി അഡ്മിഷൻ എടുക്കുക. ഇതൊന്നുമില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ കൂടെ പഠിക്കണമെന്ന ഒറ്റ ആഗ്രഹത്തിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുന്നത് പാരൻസിനല്ല, അധ്യാപകർക്കല്ല, നിങ്ങൾ അവിടെ പഠിക്കുന്ന നിങ്ങൾക്കാണ്. 3 വർഷവും 4 വർഷവും ഒക്കെ കോഴ്സുകൾ പഠിക്കേണ്ടത് നിങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ ഹോസ്റ്റലുകളിൽ ചേരുന്നുണ്ട് എങ്കിൽ ഹോസ്റ്റലുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫെസിലിറ്റീസും ബാക്കി കാര്യങ്ങളും ഒക്കെ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ. അപ്പോൾ ഇതെല്ലാം ഫൈനൽ സ്റ്റേജിൽ വരുന്നതാണ്. അപ്പോൾ കേരളത്തിലോ കേരളത്തിന് പുറത്തോ കോളേജുകൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് ഗൈഡൻസുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ നിങ്ങൾ ഫ്രീ ക്യാമ്പസ് വിസിറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഈ പറയുന്ന കാര്യമെല്ലാം വളരെ ജെന്യുവനായിട്ട് എടുക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.